ആദ്യമേ തന്നെ ഞാൻ അമ്മയോടും തിരുക്കുമാരനോടും ഒരു ക്ഷമാപണം ചോദിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ ഈ അൽത്താരയിൽ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. 2024 ജൂലൈയിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് ജനുവരിയിൽ പെട്ടെന്നൊരു നെഞ്ചുവേദന ഉണ്ടായി. ആ നെഞ്ചുവേദനയെ തുടർന്ന് ഞാൻ മെഡിക്കൽ കോളേജിൽ എന്നെ അഡ്മിറ്റാക്കി പെട്ടെന്ന് TMT എക്കോ എല്ലാം പോസിറ്റീവായി. എമർജൻസി ആയിട്ട് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എന്നെ ആൻജിയോഗ്രാമിന് വിധേയമാക്കി. അപ്പോൾ ഞാൻ പെട്ടെന്ന് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവേ, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. 2019 കൊറോണ എൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞതാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ വീണ്ടും എന്നെ രോഗത്തിലേക്ക് നീ തള്ളിയിടരുതേ. എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഞാൻ എന്നും കൂട്ടായി ഉണ്ടാകാൻ നീ എന്നെ ഇടയാക്കണേ എന്ന് മാത്രം ആ സമയത്ത് പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. പക്ഷേ ആ സമയത്ത് വളരെ ക്രിട്ടിക്കലായിട്ട് എന്നെ ആൻജിയോഗ്രാമിന് കയറ്റുകയും അവിടെ വെച്ച് ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ എന്നെ കാർഡിയോളജി ഡോക്ടറായ ജയറാം ഡോക്ടറാണ് അതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് അവരോട് പ്രാർത്ഥിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ 3 ഹോള് ഡോക്ടർ കാണുന്നുണ്ടായിരുന്നു. അത് ആൻജിയോഗ്രാമിന് ശേഷം ആൻജിയോപ്ലാസ്റ്റർ ചെയ്ത് എന്നെ ഇറക്കണമെന്ന ഒരു തീരുമാനത്തിലായിരുന്നു അവരെന്നെ അതിനകത്ത് കയറ്റിയത്. പക്ഷേ അവിടെ വെച്ച് എനിക്ക് ഒരു വചനം ഓർമ്മ വന്നു, നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും, നീതിമാൻ കുലുങ്ങുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. സങ്കീർത്തനം 55:22 എൻ്റെ ഓർമ്മയിൽ വന്നു. അങ്ങനെ ഞാൻ ആ ഒരു വചനത്തിൽ മുറുകെ പിടിച്ചിട്ട് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, എന്നെ ഇതിനകത്തുനിന്ന് പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങുവാൻ അമ്മ എന്നെ സഹായിക്കണം. അങ്ങനെ എൻ്റെ ആൻജിയോഗ്രാം തുടങ്ങി. കുറച്ച് സമയം ഒരു ബ്ലോക്ക് വന്നു എന്നൊരവസ്ഥയിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് പറ്റത്തില്ല, ഇവിടുന്ന് എന്നെ പൂർണ്ണ ആരോഗ്യത്തോടു ഇറക്കണം. എൻ്റെ മക്കൾക്ക് ഒരു താങ്ങായി ഞാൻ എന്നും ഉണ്ടാവണം. അവരൊരു കരയിലെത്തുന്നത് വരെ അവർക്ക് ബുദ്ധിമുട്ടൊന്നും കൂടാതെ എന്നെ അവർക്ക് കണ്ട് ഇരിക്കാനെങ്കിലും എന്നെ നീ കൊടുക്കണം എന്ന് പറഞ്ഞ് മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എനിക്ക് ചുറ്റിനും ഒരുപാട് ഡോക്ടേഴ്സുണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ വന്ന് എൻ്റെ തോളത്തിട്ട് തട്ടിയിട്ട് ജയറാം ഡോക്ടറോട് പറഞ്ഞു, ഇവള് ദൈവാനുഗ്രഹമുള്ളൊരു കുട്ടിയാണ്, നീ ആരോടാ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. ആ ഒരു അവസ്ഥയിൽ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഈ ഡോക്ടർ വീണ്ടും എന്നോട് വന്നിട്ട് പറഞ്ഞു, നീ റൂമിലോട്ട് പോയിക്കോളൂ, നിനക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ കണ്ട ഹോള് 3 അവിടെ ഇല്ല. ആ അവസ്ഥയിൽ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ മേല. എൻ്റെ കണ്ണുനീര് അവിടെ കൂടി ഒഴുകിയപ്പോൾ ഡോക്ടർ എൻ്റെ കണ്ണുനീർ തുടച്ചിട്ട് പറഞ്ഞു, ഇതെൻ്റെ കരമല്ല, നീ വിശ്വസിക്കുന്ന ഏത് ദൈവമാണോ ആ ദൈവമാണ് നിൻ്റെ കണ്ണുനീർ തുടച്ചത്. ഞാൻ നിൻ്റെ റൂമിൽ വരുന്നുണ്ട് നിന്നെ കാണാൻ. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് ആൻജിയോഗ്രാം പൂർത്തിയാക്കി എന്നെ ICUയിലേക്ക് മാറ്റി. പിറ്റേ ദിവസം ഞാൻ റൂമിലോട്ട് പോന്നു. റൂമിൽ വന്നപ്പോഴേ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നീ ആരോടാടി പ്രാർത്ഥിക്കുന്നേ? നീ എൻ്റെ വീട് പുന്നപ്രയിലാണ്, അപ്പോൾ പുന്നപ്ര പള്ളിയിലാണോ നീ പോകുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പുന്നപ്ര പള്ളിയിൽ പോകും. ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഡോക്ടറെ. അതിനകത്തൊന്നും ഞാൻ എൻ്റെ ഉടമ്പടിയിലൊന്നും എൻ്റെ രോഗാവസ്ഥകളൊന്നും വെച്ചിട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾ, എൻ്റെ മോൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെയായിരുന്നു ഉടമ്പടിയിലുണ്ടായിരുന്നത്. അതേ തുടർന്ന് ഈ മെയ്യിൽ എൻ്റെ വീട്ടിലിരുന്ന മാതാവിൻ്റെ ഒരു രൂപം, ഒരു കല്ല് രൂപം എൻ്റെ കാലിലൊന്ന് വീണു. ആരുമില്ലായിരുന്നു ശല്യപ്പെടുത്താൻ. തനിയെ ഉരുണ്ട് എൻ്റെ കാലിൽ വീഴുകയായിരുന്നു. പക്ഷേ മാതാവിൻ്റെ രൂപത്തിന് കുഴപ്പമൊന്നും സംഭവിച്ചില്ല. ഇപ്പോഴും എൻ്റെ വീട്ടിൽ ആ രൂപമുണ്ട്. പക്ഷേ എൻ്റെ കാലിലൊരു ചെറിയ മുറിവുണ്ടായി. ആ മുറിവ് 3 ദിവസം വേദനയില്ലാതെ ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പ് പോലെ 3-ാം ദിവസം എനിക്കൊരു വേദന തന്നു. ആ വേദനയെ തുടർന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും
കാലിലെ മുറിവ് പഴുക്കുന്നുണ്ടെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പല ടെസ്റ്റുകൾ നടത്തിയപ്പോൾ ബ്ലഡിലെ കൗണ്ട് കൂടുതലായിരുന്നു. അപ്പോൾ മെഡിസിൻ എടുക്കണമെന്ന് പറഞ്ഞ് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കാലിൽ പഴുപ്പ് വരാൻ തുടങ്ങി. 14 വർഷമായിട്ട് എനിക്ക് ഷുഗറുണ്ട്. ഷുഗറുള്ളത് കൊണ്ട് കാല് പഴുക്കുന്നത് കൊണ്ടും വളരെയധികം ആകുലതയുണ്ടായിരുന്നു. പിന്നെ ഞാൻ മാതാവിൻ്റെ എണ്ണ എടുത്ത് എൻ്റെ ആ മുറിവിൽ തൊട്ട് മാതാവിൻ്റെ എണ്ണ തൊട്ടിട്ട് പറഞ്ഞു, ഈ പാദം മുറിക്കരുതേ, ഇത് ഷുഗറുണ്ട്, പഴുപ്പ് കയറുന്നുണ്ട്, 1 മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ പഴുപ്പ് കയറാൻ അനുവദിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ എണ്ണ ചിലപ്പോൾ എൻ്റെ കാലിലിട്ട് ആ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ എൻ്റെ കാലിൻ്റെ മുറിവിൻ്റെ സൈഡിലിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ചേർത്തല മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരുന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഡോക്ടറിൻ്റെ വീടും. അങ്ങനെ ഡോക്ടർ വർക്ക് ചെയ്യുന്നത് അവിടെ ആയതുകൊണ്ട് എന്നെ അവിടെ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചേർത്തലയിൽ പോയി അവിടെ അഡ്മിറ്റായി. പിറ്റേ ദിവസം ഡോക്ടർ എന്നെ കാണാൻ വന്നു. എനിക്ക് ഡോക്ടർ ഒരു ഗുളിക കുറിച്ച് തന്നു. ആ ഗുളിക കഴിച്ചതിന് ശേഷം പെട്ടെന്ന് എനിക്കൊരു ചുമയുണ്ടായി. ആ ചുമയെ തുടർന്ന് ശ്വാസം കിട്ടാതായപ്പോൾ എൻ്റെ BP കൂടി. അങ്ങനെ പെട്ടെന്ന് മോൻ ഓടിച്ചെന്ന് നേഴ്സിനോട് പറഞ്ഞ് എൻ്റെ അമ്മച്ചിക്ക് വയ്യ, വന്ന് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് നോക്കുമ്പോൾ എൻ്റെ ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എൻ്റെ ഓക്സിജൻ ലെവൽ താന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ഛർദിൽ, അങ്ങനെ മൊത്തത്തിൽ എൻ്റെ ജീവൻ അപകടത്തിലാകുന്നൊരവസ്ഥയിലൂടെ കടന്നുപോയ സമയത്ത് അവിടെ നിന്ന് ഞാൻ പറഞ്ഞു, മാതാവേ, നീ എനിക്കൊരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിയുകയാണല്ലോ എൻ്റെ ജീവിതത്തിൽ, ഇതിനകത്തുനിന്ന് എനിക്കൊരു മോചനമില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എനിക്ക് വേദന തന്നത് മാതാവാണെങ്കിൽ ആ വേദന അമ്മ മാതാവ് തന്നെ എടുത്തു മാറ്റണം എന്ന് ഞാൻ മാതാവിനോട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുകയുണ്ടായി. 40 ദിവസത്തെ ഉപവാസം ഞാൻ എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ കാലിലെ മുറിവ് തുടർന്ന് ഹോസ്പിറ്റലിൽ ഇങ്ങനെ വയ്യാതായപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ പറയുന്നത്, മോനോട് പറയുന്നത്, അമ്മയെ ഇവിടെ നോക്കാൻ പറ്റത്തില്ല, അമ്മയെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലോട്ട് മാറ്റണം, അതുകൊണ്ട് ഞങ്ങൾ ചീട്ടെഴുതുവാണ് എന്ന് പറഞ്ഞ് മോൻ്റെ അടുത്ത് ഒരു കാര്യവും പറയാതെ അവർ ചീട്ടെഴുതുമായിരുന്നു. പെട്ടെന്ന് തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് 5 ദിവസം ഓക്സിജൻ ഇട്ടുകൊണ്ട് എനിക്ക് കിടക്കേണ്ടി വന്നു. 5ാമത്തെ ദിവസം പെട്ടെന്ന് വയറ്റിനകത്തൊരു വേദന വന്ന് ആ വേദനയെ തുടർന്ന് മെഡിസിനിലായിരുന്നു എന്നെ അഡ്മിറ്റാക്കിയത്. ആ വേദനയെ തുടർന്ന് പെട്ടെന്ന് വയറ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ 5 മുഴയുണ്ടെന്ന് പറഞ്ഞു. 5 എണ്ണത്തിൽ 1 യൂട്രസിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. അത് കാർഡിയോളജി ഡോക്ടറിൻ്റെ സമ്മതത്തോടു കൂടിയേ സർജറി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ സർജറിക്ക് സാധ്യതയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ 3 ദിവസം അവിടെ അഡ്മിറ്റ് ആക്കിയതിന് ശേഷം എൻ്റെ ഓക്സിജൻ ലെവലെല്ലാം നേരെയായതിന് ശേഷം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഗൈനക്കിൽ കാണിച്ച് ഇത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഗൈനക്കിൽ കാണിച്ചപ്പോഴാണ് അവർ പറയുന്നത്, ഇത് സർജറി ചെയ്യണമെങ്കിൽ കാർഡിയോളജി ഡോക്ടർ സമ്മതിക്കാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ മെഡിസിൻ എടുക്കുന്ന ആളല്ലേ, ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ഹൃദയത്തിലേക്കുള്ള രക്തഓട്ടം വളരെ കുറവായതിനാലാണ് നിങ്ങൾക്ക് ആ മെഡിസിൻ എഴുതിയിരിക്കുന്നത്, അത് നിർത്തലാക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഞാൻ കാർഡിയോളജി ഡോക്ടറെ കണ്ട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ മരിച്ചാലും ഒപ്പിട്ട് തരത്തില്ല. ഞാൻ വല്ലാത്തൊരു സങ്കടത്തിലായപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, നീ എന്നെ ഇവിടം വരെയൊക്കെ എത്തിച്ചിട്ട് വീണ്ടും എനിക്ക് ഈ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കാനാണോ യോഗം? ഇതിനകത്തുനിന്നൊരു മോചനം എനിക്ക് വേണം, എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ വീട്ടിലിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഈ തേൻ കുപ്പി ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഇച്ചിരി തേൻ എടുത്ത് കുടിച്ചാലോ എന്ന് വിചാരിച്ചു. ഞാൻ ആ തേൻ കുപ്പിക്കകത്തുനിന്ന് വിശ്വാസപ്രമാണം മനസ്സിൽ ചൊല്ലിക്കൊണ്ട് ആ തേനിനകത്തുനിന്ന് ഒരു തുള്ളി തേൻ എൻ്റെ നാവിലിറ്റിച്ചു ഞാൻ കഴിച്ചു. കാരണം ഷുഗറുള്ളത് കൊണ്ട് ഒരുപാട് മധുരമൊന്നും ചെല്ലാൻ പാടില്ലാത്തതുകൊണ്ട്, എന്നാലും ഞാനത് കഴിച്ചപ്പോൾ വീണ്ടും ഡോക്ടറെ കാണിക്കാനായിട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു, യൂട്രസിൽ ഈ മുഴ തള്ളി നിൽക്കുന്ന കൊണ്ട് ബ്ലീഡിംഗ് ഉണ്ട്, അത് ഉള്ളിൽ നല്ല ബ്ലീഡിംഗ് ഉണ്ട്, അതുകൊണ്ട് മെറീന എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളിൽ നിക്ഷേപിക്കണം, അത് പുറത്തു നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുവാണെങ്കിൽ അടുത്ത ദിവസം സർജറി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ആണ് അതിടുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് വാങ്ങിച്ചു.
അത് കൊണ്ടുവന്നിട്ടെങ്കിലും ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു 3 മാസം കൂടുമ്പോൾ സ്കാൻ എടുക്കണം, ഉള്ളിലെ മുഴ വളരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. അങ്ങനെ ഇത് ഇട്ട് കഴിഞ്ഞ ശേഷം ഒക്ടോബറിലായിരുന്നു അത് ഇട്ടത്. അതിനുശേഷം ഞാൻ നമ്മുടെ ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോയമ്പ് കാലത്ത് ഞാൻ 40 നോയമ്പ് എടുക്കാൻ സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിച്ചു. മെഡിസിൻ എടുക്കുന്ന ആളാണ്, ഷുഗറിന് ഇൻസുലിൻ എടുക്കുന്ന ആളാണ്. അപ്പോഴേ എനിക്ക് ഭക്ഷണം അത് ഉപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്ത് മരിച്ചാലും വേണ്ടില്ല, ഞാൻ 40 ദിവസം കർത്താവായ ഈശോ മിശിഹ 40 ദിവസം ഉപവസിച്ചതിന് ശേഷമാണ് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാനും ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അങ്ങനെ എൻ്റെ വീടിനടുത്തുള്ള ഒരു നിത്യാരാധന ഉള്ള ദേവാലയത്തിൽ പോയി ആ നിത്യാരാധനയിൽ രാവിലെ മുതൽ വൈകുന്നേരം ആ നിത്യാരാധന അടയ്ക്കുന്നത് 6 മണിക്കാണ്. ആ 6 മണി വരെ ഞാൻ അവിടെ ഇരുന്ന് ഉപവസിച്ച് പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും പ്രാർത്ഥിക്കുന്നതിനിടയിലൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടോ യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായില്ല. എൻ്റെ മക്കളും എൻ്റെ ഹസ്ബൻഡും പറഞ്ഞത് ഉപവാസം എടുത്തപ്പോഴാണ് നിനക്ക് തടി കൂടിയതെന്ന് പറഞ്ഞ്. ഭക്ഷണം ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും നിൻ്റെ മുഖത്തോ നിൻ്റെ ശരീരത്തിലോ കാണുന്നില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഉപവാസമെല്ലാം കഴിഞ്ഞു, ഈസ്റ്റർ ആഘോഷമെല്ലാം കഴിഞ്ഞ് ഞാനിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു നടുവിന് വേദനയുണ്ടായി. ശക്തിയായ വേദന സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ഡോക്ടറെ കാണാൻ പോയി. അങ്ങനെ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറയുവാണ്, നിന്നോട് 3 മാസം കൂടുമ്പോൾ സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് നീ എന്താ അത് ചെയ്യാത്തത്? അതുകൊണ്ട് ഇനി സ്കാൻ എടുത്തിട്ട് സംസാരിച്ചാൽ മതി. എങ്ങനെ സ്കാൻ എടുക്കാൻ എഴുതി തന്നു. ആ സ്കാൻ പെട്ടെന്ന് പോയി എടുത്തുകൊണ്ട് വന്ന് ഇന്ന് തന്നെ എന്നെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി സ്കാൻ എടുത്ത് ഡോക്ടറെ കാണിച്ചു. പഴയ സ്കാൻ റിപ്പോർട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ പഴയതും പുതിയതുമായിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഡോക്ടർ ഈ 2 റിസൾട്ടിലും മാറി മാറി നോക്കിയിട്ട് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയണം. എന്തായാലും എല്ലാം നേരിടാനുള്ള ഒരു മനസാന്നിധ്യം ഇപ്പം എനിക്കുണ്ട്. അതുകൊണ്ട് എന്നോട് തുറന്നു പറയണം എനിക്ക് എന്താണെന്ന്. അപ്പോൾ ഡോക്ടർ എന്നോട് പറയുക, ഷൈനി എന്നാണ് ആ ഡോക്ടറുടെ പേര്. ഡോക്ടർ എന്നോട് ചോദിക്കുക, നിനക്ക് എവിടെ ആ വേദന? ഞാൻ പറഞ്ഞു, എനിക്ക് നടുവിന് വേദന. വേദന വന്നത് ചിലപ്പോൾ ഇതില്ലാന്നറിയാനായിരിക്കും. അതുകൊണ്ട് നിൻ്റെ എൻ്റെ റിപ്പോർട്ട് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ റിപ്പോർട്ടിൽ 5 മുഴയും കാണുന്നില്ല. 5 മുഴയും കാണുന്നില്ല. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു, ഇതെന്ത് അത്ഭുതമാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഡോക്ടറെ നോക്കി എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ്, മാതാവ് നിനക്ക് വേദന തന്നത്, ഒരു വേദന നിനക്ക് മാതാവ് തന്നുകൊണ്ടാണ് ഈ മുഴയുണ്ടെന്ന് അറിയിച്ചത്. അപ്പോൾ ആ മാതാവ് നിനക്ക് വേദന തന്നുകൊണ്ട് ഇത് ഞാനിങ്ങ് എടുക്കുക എന്ന് മാതാവ് നിനക്ക് കാണിച്ചു തന്നതാ. അതാണ് ഈ വേദന വന്നത്. ഈ വേദന ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യാൻ പോകുമായിരുന്നോ? ഇല്ല. അപ്പോൾ ഈ വേദന വന്നത് നിൻ്റെ ഉള്ളിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ എടുത്തു എന്ന് മാതാവ് നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ്. ഞാനും അതങ്ങനെ വിശ്വസിക്കുന്ന പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിലുടനീളം എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുവാണ്. ഒരുപാട് കരയുമ്പോഴും എൻ്റെ പിന്നിൽ എൻ്റെ കണ്ണുനീർ തുടച്ച് എൻ്റെ കാര്യങ്ങൾക്കൊരു പരിഹാരം കാണാൻ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എൻ്റെ ഇടത്തും വലത്തും ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. 2019 കൊറോണ എന്നെ കിടത്തിക്കളഞ്ഞ് മരണം എൻ്റെ മുന്നിൽ കണ്ട് ഞാൻ മരിച്ചു എന്നൊരു വാർത്ത എൻ്റെ നാട്ടിൽ വന്നു. അങ്ങനെ ഒരുപാട് വിഷമിച്ച് അവിടുന്ന് ഓരോ 2019 മുതൽ 24 വരെ ഓരോ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി എൻ്റെ ജീവിതം ഞാനിന്ന് കൃപാസന മാതാവിൻ്റെ മുന്നിൽ ഇന്നിങ്ങനെ ഈ അൽത്താരയിൽ ഇങ്ങനെ വന്ന് നിന്ന് സാക്ഷ്യം പറയുവാൻ എൻ്റെ ജീവനെ സംരക്ഷിച്ച എൻ്റെ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും കോടാനകോടി നന്ദി സമർപ്പിക്കുന്നു. പിന്നീട് ഞാൻ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ആ കാര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ വണ്ടിയുടെ ടെസ്റ്റായിരുന്നു. 6 വർഷമായിട്ട് അത് നടക്കുന്നില്ലായിരുന്നു. മാതാവിൻ്റെ ഉപ്പ് ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് വണ്ടിയിലിട്ടിട്ട് പറഞ്ഞു, മാതാവേ, ഈ വണ്ടി ഞങ്ങളുടെ ഉപജീവന മാർഗമാണ്. ഇത് ഒന്ന് പുനർനിർമ്മിച്ചെടുക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അമ്മ ഒരുക്കി തരണം. ആ മാസത്തിൽ തന്നെ എനിക്ക് അമ്മ അതിനുള്ള എല്ലാ വഴികളും ഒരുക്കി തന്ന് ആ വണ്ടി ഇന്ന് ഞാൻ മുമ്പ് കണ്ടതിനേക്കാൾ ഒരുപാട് മനോഹരമാണ്. അമ്മയുടെ ജപമാല അതിനകത്ത് ഞാൻ പ്രാർത്ഥിച്ചു. പണിത് തീർത്ത് ഞാൻ ഈ മുറ്റത്ത് കൊണ്ടുവന്നു. ആ വണ്ടി വന്ന് പ്രാർത്ഥിച്ചു. വളരെ തിരക്കായതുകൊണ്ട് അച്ഛനെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. പരിശുദ്ധ അമ്മയുടെ ജപമാല വാങ്ങിച്ച് ഞാനും പ്രാർത്ഥിച്ചു. ഇന്നും ഇടയ്ക്കിടെ ഞാൻ ഉപ്പ് തളിച്ചാണ് ആ വാഹനം യാത്ര പോകുന്നത്.
അങ്ങനെ എൻ്റെ കുടുംബത്തെ ഓരോന്നായി അമ്മ അനുഗ്രഹിച്ച് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഒരു വലിയ സാക്ഷിയായി മാറാൻ പരിശുദ്ധ അമ്മ തിരുക്കുമാരനും എന്നെ അനുഗ്രഹിച്ച നല്ല നിമിഷത്തെ ഓർത്ത് ഞാൻ എന്നും ഈ കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ നടന്ന് ഓടി വന്ന് എനിക്കിവിടെ കയറി ഇനിയൊരു സാക്ഷ്യം കൂടി പറയണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാനത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മ അതെനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ ഈ അൾത്താരയിൽ നിന്ന് വിശ്വസിക്കുന്നു. എന്നെപ്പോലെ വേദനിക്കുന്ന എല്ലാ മക്കൾക്കും ഈ അൾത്താര ഒരു സാക്ഷിയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതി. കാരുണ്യ പ്രവൃത്തിയായിട്ട് എനിക്ക് ഇവിടുത്തെ പത്രം, കൃപാസന അമ്മയുടെ പത്രം എനിക്ക് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഓടി നടന്ന് എല്ലാവരുടെയും കൈകളിൽ എത്തിക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. അപ്പോഴേ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവേ, എൻ്റെ കുഞ്ഞുമകൻ എൻ്റെ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന കുഞ്ഞാണ്. ഞാൻ അവനിലൂടെ ഇത് അനേകരിൽ ഞാനിത് എത്തിക്കും. അമ്മ, ഞാനാണത് അവൻ്റെ കൈകൾ കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതെന്ന് കരുതണം. എൻ്റെ കാലുകളെ അമ്മ ബലപ്പെടുത്തുന്ന കാലം അതിദൂരമല്ല എന്നെനിക്കറിയാം. അത് ഏറ്റവും അടുത്ത് തന്നെയാണ്. ആ സമയത്ത് ഞാൻ ഓടി നടന്ന അമ്മയുടെ കൃപാസന പത്രം എല്ലാവർക്കും കൊടുക്കും. അമ്മയുടെ കൃപാസന പത്രം വായിച്ച് കൊടുക്കേണ്ടവർക്ക് വായിച്ചു കൊടുക്കും. ആ ഒരു അനുഗ്രഹം കൂടി അമ്മ എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ അതെനിക്ക് തരും. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികളുടെ അവിടെ സംഘടന വഴി എൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് ഓടി നടന്നിങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ വീട്ടിൽ എപ്പോഴും പുറത്തു നിന്ന് ഒരാളെങ്കിലും ഒരു ഗ്ലാസ് ചായയെങ്കിലും കുടിക്കാൻ എൻ്റെ വീട്ടിൽ വരാറുണ്ട്. അവരെയൊക്കെ ഞാൻ നല്ല രീതിയിൽ കാണാറുണ്ട്, അവരെയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ വസ്ത്രം ചോദിച്ച് വരുന്നവർക്ക് ഞാൻ ഉപയോഗിക്കുന്ന, മോശപ്പെട്ടതല്ല, ഞാൻ ഉപയോഗിക്കുന്ന നല്ല വസ്ത്രം തന്നെ കൊടുത്തൊക്കെ ഞാൻ അവരെ സന്തോഷത്തോടെ എൻ്റെ ഭവനത്തിൽ നിന്ന് പറഞ്ഞു വിടാറുണ്ട്. പുറത്ത് തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും ഒക്കെ പ്രായമായ അമ്മച്ചിമാർ താമസിക്കുന്ന ആ സ്ഥലത്തു നിന്നൊക്കെ വീടുകളിൽ ഓരോരുത്തരും ഓരോ സഹായം ചോദിച്ചു വരുമ്പോഴൊക്കെ എന്നേലാവുന്ന വിധത്തിൽ ഞാൻ അവരെ സഹായിക്കാറുണ്ട്. എല്ലാത്തിനും പരിശുദ്ധ അമ്മയോടും തിരുകുമാരനോടും ഈ കൃപാസന അൾത്താരയോടും ഞാൻ എന്നും എൻ്റെ മരണം വരെ എൻ്റെ കുടുംബവും ഞാനും ഈ ദേവാലയ മുറ്റത്ത് കടപ്പെട്ടവരായിട്ട് ജീവിക്കും. എന്നും ഈ അൾത്താരയുടെ മുന്നിൽ എളിയ ഹൃദയത്തോടെ എളിയ മനസ്സോടെ എന്നും വ്യാപരിക്കുമെന്നൊരു വാഗ്ദാനം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് ഞാൻ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ടും എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർക്കണമെന്നുള്ളൊരു അപേക്ഷയോട് കൂടി നിർത്തുന്നു. യോഹന്നാൻ 11:4 ഈ രോഗം മരണത്തിൽ അവസാനിക്കുവാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. ടെലിമ ജോസഫ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ വളരെ ഗൗരവമുള്ള 2 രോഗസൗഖ്യങ്ങളെയാണ് ഈ അൾത്താരയിൽ അമ്മയുടെ സംരക്ഷണയിൽ സാക്ഷ്യപ്പെടുത്തിയത്. സഹോദരി ആദ്യം സൂചിപ്പിച്ചത് ഹൃദയത്തിൽ 3 ബ്ലോക്കുകളുമായി അതിൻ്റെ ഓപ്പറേഷന് വിധേയയാവണം എന്ന് ഡോക്ടർമാർ പറയുകയും വളരെ ഹൈ റിസ്ക്കുള്ള ആ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ സഹോദരിയോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ട് അതിനുവേണ്ടി തയ്യാറായി ആശുപത്രിയിൽ ചെന്ന് വീണ്ടും ഒരു സ്കാനിങ് നടത്തുമ്പോൾ സഹോദരി പറയുന്നുണ്ട്, ആ നാളുകളിൽ മുഴുവനും ഉടമ്പടി കാശുരൂപവും ഉടമ്പടി തൈലം പൂശിയുള്ള പ്രാർത്ഥനയും അമ്മയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് എൻ്റെ ജീവനെ കാത്തുകൊള്ളണമേ എന്ന അമ്മയുടെ അരികിലുള്ള കണ്ണീരുള്ള പ്രാർത്ഥനയും കൊടുത്തിരുന്നു. അത് 2ാമത് സ്കാനിങ്ങിന് ചെല്ലുമ്പോൾ ഡോക്ടർമാർ നോക്കി അത്ഭുതപ്പെട്ടത് 3 ബ്ലോക്കുകളും പൂർണ്ണമായി മാറിയിരിക്കുന്നു. പിന്നീട് അതുപോലെ തന്നെ അത് തീവ്രമായി വന്ന മറ്റൊരു വിഷയം ഗർഭാശയത്തിലും അതിൻ്റെ പരിസരത്തുമായി വന്ന 5 മുഴകളാണ്. ചേച്ചി ഈ രോഗാവസ്ഥയിൽ ക്ലേശങ്ങളേറെയുള്ള ജീവിതത്തിൽ 40 ദിവസത്തെ ഉപവാസം പൂർണ്ണമായി സ്വീകരിക്കുവാനാണ് തീരുമാനിച്ചത്. എല്ലാവരും പറയുന്നുണ്ട് ഈ അനാരോഗ്യമുള്ള ജീവിതത്തിൽ അത് പറ്റില്ല, അത് ക്ലേശമുണ്ടാക്കുമെന്ന് പറയുമ്പോഴും അല്പം പോലും മനുഷ്യരുടെ വാക്കുകളിലല്ല ദൈവത്തിലുള്ള ആശ്രയത്വത്തിലാണ് എൻ്റെ ജീവിതമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ചേച്ചി ആ 40 ദിവസത്തെ ഉപവാസത്തിലേക്ക് പോകുന്നത്. പിന്നീട് സ്കാനിങ്ങിന് വേണ്ടി അയക്കുമ്പോൾ സ്കാനിങ് കഴിഞ്ഞ് ചോദിക്കുന്നത്, എന്താ സംഭവിച്ച്, എവിടെയാ പോയേ, എന്താ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ചേച്ചി ഒന്നും മനസ്സിലാകാതെ എന്തുണ്ടെങ്കിലും പറഞ്ഞോളാൻ പറയുമ്പോൾ ചേച്ചിയോട് പറയുന്നുണ്ട്, വയറ്റിനകത്തുള്ള 5 മുഴകളും അവിടെ ഇല്ല,
പൂർണ്ണമായും മാറി സൗഖ്യപ്പെട്ടിരിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഈ 2 രോഗസൗഖ്യങ്ങളും മുഴുവൻ മെഡിക്കൽ പ്രൂഫോട് കൂടിയാണ് ചേച്ചി അൾത്താരയിൽ നിൽക്കുന്നത്. മുൻപ് എങ്ങനെയായിരുന്നു, പിന്നീട് അതെങ്ങനെ മാറി, 2 രോഗത്തിൻ്റെയും ബ്ലോക്കുള്ള അവസ്ഥയും ബ്ലോക്കില്ലാത്ത അവസ്ഥയും, മുഴകളുള്ള അവസ്ഥയും മുഴകളില്ലാത്ത അവസ്ഥയും 2ൻ്റെയും സ്കാൻ റിപ്പോർട്ടോടു കൂടി ഈ അൾത്താരയിൽ നിന്ന് പറയുന്നു, ഇത് മരുന്നോ ലേപനമോ ഔഷധമോ അല്ല. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവ്, ഞാൻ നിരന്തരം വിളിച്ചെൻ്റെ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്ന എൻ്റെ കൃപാസനം മാതാവിൻ്റെ സംരക്ഷണം, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുന്നതിന് വേണ്ടി എൻ്റെ ജീവിതത്തിന് ഇത് അനുവദിച്ചു നൽകിയതാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതം ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എന്നും ഞാൻ മുന്നേറുമെന്ന്. അത്ഭുതകരമായ പ്രവൃത്തികൾ, കണ്ണിന് വിശ്വസിക്കുവാനാവാത്തത്, കാതുകൾക്ക് വിശ്വസിക്കുവാനാവാത്തത് ഇന്നും നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരുവാൻ ദൈവം സന്നദ്ധനാണ്. നമ്മൾ എത്ര കണ്ട് അത് സ്വീകരിക്കുവാൻ തക്കവിധം നമ്മുടെ വിശ്വാസത്തെ വളർത്തുന്നു, ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നു, വിശേഷബുദ്ധിയായി അവിടുന്ന് അനുവദിച്ച് തരാൻ പറ്റുന്ന വിധം ജീവിതത്തെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. നമുക്കത് പരിശോധിക്കാം. ഈ സഹോദരിക്ക് ലഭിച്ച ഈ സൗഖ്യാനുഭവങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് ഡോണ, ഞാൻ എരമല്ലൂരിൽ നിന്ന് വരുന്നു. 2023 സെപ്റ്റംബർ 14-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ആ വർഷം തന്നെ ഡിസംബറിലൂടെ ഞാൻ 2ാമത്തെ സുഖമില്ലാതായി. 2 മാസത്തെ സ്കാനിങ് കഴിഞ്ഞ് ഗർഭിണിയായി. 2 മാസം കഴിഞ്ഞ് സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കാനിങ്ങിന് ചെന്ന് അവിടെ വെച്ച് 3 കുഞ്ഞുങ്ങളാണെന്ന് എനിക്ക് അറിയാൻ പറ്റി. സൂക്ഷിക്കണം, റിസ്ക് ഉള്ളതാണ്, ബെഡ് റെസ്റ്റൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. കാണിച്ചിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ എറണാകുളം ലക്ഷ്മിയിലോട്ട് മാറുകയും ചെയ്തു. അവിടെ ചെന്ന് ചെക്കപ്പിന് എന്നെങ്കിലും ഞങ്ങൾക്ക് വീണ്ടും സ്കാനിങ് പറഞ്ഞു. സ്കാനിങ്ങിൽ എൻ്റെ യൂട്രസ് തുറന്നിരിക്കണേണ്, ഇപ്പം തന്നെ ബ്ലീഡിങ് ആയിപ്പോവും, 3 കുഞ്ഞുങ്ങളെയും കിട്ടില്ല, അബോർഷനാകും, എന്നെയും കിട്ടില്ല എന്നാണ് ഡോക്ടർമാരെല്ലാവരും പറഞ്ഞത്. ഞങ്ങൾ കൃപാസന മാതാവിൻ്റെ കൊന്ത ചെല്ലുകയും ഉടമ്പടി തൈലെടുത്ത് വൈദ്യത്ത് പുരട്ടുകയും എല്ലാം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് മെയിൻ ഡോക്ടർ വന്ന് എന്നെ പരിശോധിച്ചപ്പോൾ എൻസർക്കിൾ ചെയ്യാം, സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് പോവുകയും ചെയ്ത് അന്ന് തന്നെ 3:30 മണിയായപ്പോൾ എന്നെ സ്റ്റിച്ചിങ്ങിന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് മാറ്റുകയും ചെയ്തു. സ്റ്റിച്ച് ചെയ്തു. പക്ഷേ 18 ദിവസം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കണം, ഒട്ടും അനങ്ങരുതു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ആ ഡോക്ടർ തന്നെ എന്നെ വീണ്ടും സ്കാൻ ചെയ്ത് നോക്കി. 2 കുഞ്ഞുങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. 5-ാം മാസത്തെ സ്കാനിങ്ങിന് പറഞ്ഞെങ്കിലും ഞങ്ങൾ കൃപാസന തൈല ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കുകയും കാശുരൂപം കൈ വയ്ക്കുകയും ചെയ്തു. ഞാൻ സ്കാനിങ്ങിന് ചെന്നപ്പോൾ ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, ഒരു കുട്ടിക്ക് തലയിൽ ഫ്ലൂയിഡ് ഉണ്ട്, അത് ടെസ്റ്റിങ്ങിന് അയക്കണം, 21 ദിവസം കഴിഞ്ഞ് റിസൾട്ട് കൈ കിട്ടുള്ളൂ, ചിലപ്പോൾ ആ കുട്ടി അബോർഷനായി പോകാനും ചാൻസ് ഉണ്ട്, എന്ത് വേണമെന്ന് നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനത്തിലെത്താൻ പറഞ്ഞു. ഞങ്ങൾ വീണ്ടും കൃപാസന പ്രാർത്ഥന ചെല്ലുകയും കൊന്ത ചെല്ലുകയും തൈലം ഉപയോഗിച്ച് വൈദ്യത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ടെസ്റ്റിങ്ങിന് ഞങ്ങൾ അയച്ചില്ല. വീണ്ടും ടെസ്റ്റിങ്ങൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ 2 ആഴ്ച കൂടി 2 ആഴ്ച ഞങ്ങൾക്ക് സമയം തന്നെങ്കിൽ ഞങ്ങൾ ചെയ്തില്ല. ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചിരുന്നു. 7-ാം മാസമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. വയറുവേദന വന്ന് വീണ്ടും ഞാൻ ലേബർ റൂമിൽ ചെന്ന് അവർ പറഞ്ഞു, ഇനി വീട്ടിലോട്ട് പോകണ്ട, ഇവിടെ തന്നെ തുടരാൻ പറഞ്ഞു ഡെലിവറി കഴിയണവരെ. വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ബെഡ് റെസ്റ്റാണ്, എന്നെ അനങ്ങാനോ തിരിയാനോ ഒന്നും പാടില്ല. കിടന്നുകൊണ്ടുള്ള പ്രാർത്ഥന, കൊന്തയിൽ തൈലം പൂശൽ, പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ 7 മാസം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. 8-ലോട്ട് കടന്നെങ്കിലും ആ വെള്ളിയാഴ്ച തന്നെ ഫ്ലൂയിഡ് ബ്രേക്കായി. ജൂൺ 8, 2024 ഞാൻ 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ഡെലിവറി കഴിഞ്ഞെങ്കിലും 3 പേര് മൂന്ന് പേരും കരഞ്ഞെങ്കിലും അപ്പം തന്നെ ശ്വാസം നിലച്ചുപോയി. 3 പേരെ വെൻറ്റിലേറ്ററിൻ്റെ മാറ്റുകയും ചെയ്തു. 1.5 മാസം വെൻറ്റിലേറ്ററിൽ കുഞ്ഞുങ്ങൾ കഴിയുകയും ചെയ്തു. തനിയെ ശ്വസിക്കാനോ ഒരാൾ മാത്രമേ എൻ്റെ മുലപ്പാൽ കുടിക്കുന്നുള്ളൂ, ബാക്കി 2 പൊടിപ്പാലുമായിരുന്നു അവിടെ വെച്ച് കഴിഞ്ഞത്. വളരെ ക്ലേശങ്ങളായിരുന്നു ആ ദിവസങ്ങൾ കഴിഞ്ഞുകൂടി. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങളെ കാണാൻ കൂടി കഴിയാൻ പറ്റാത്ത അവസ്ഥ. വെൻറ്റിലേറ്ററിൽ 1.5 മാസം കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടെങ്കിലും വീട്ടിൽ ചെന്നും പിള്ളേർക്ക്
വളരെ അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. കരച്ചിൽ, നിരന്തരം പനി, കഫക്കെട്ട്. വളരെ 7 മാസം കഴിഞ്ഞുകൂടിയത്. 7 മാസം കഴിഞ്ഞിട്ടാണ് ബൗത്തീസ് നടന്നത്. വളരെ കഷ്ടപ്പെട്ടാണ് 7 മാസം കഴിച്ചുകൂടിയത്. ബൗത്തീസ് കഴിഞ്ഞിട്ടും ഇവർക്ക് സന്ധ്യാസമയത്തുള്ള കരച്ചിൽ വിട്ടുമാറുന്നില്ല. 5:30 മണിയാകുമ്പോൾ തുടങ്ങുന്ന കരച്ചിൽ 9:30, 10 മണി വരെ 3 പിള്ളേരും നല്ല കരച്ചിൽ. ഞങ്ങൾ കൃപാസന പ്രാർത്ഥന തന്നെ തുടർന്നു. തൈലം പൂശി പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടും കുറവില്ലായിരുന്നു. ഇങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു. ഈ കഴിഞ്ഞിടക്ക് അതിൽ ഒരാൾക്ക് പനി കടിക്കുകയും രാത്രി ഫിറ്റ്സ് പോലെ വന്ന് കൊച്ചു നിലച്ചു പോയി. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല. ഞങ്ങൾ കൃപാസന കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു സംഭവം നടക്കണം. രാത്രി ഒരു 11:30 മണിക്കാണ് സംഭവം. പക്ഷേ ക്ലിനിക്കിലോട്ടാണ് ആദ്യം കൊണ്ടുപോയെങ്കിൽ അവിടെ വെച്ച് ഇഞ്ചക്ഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല, വെയിൻ കിട്ടുന്നില്ല. ഉടനെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് മാറ്റുകയും ചെയ്ത് അവിടെ വെച്ച് കൊച്ച് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഫിറ്റ്സ് വന്നാൽ എന്താണെന്ന് കണ്ടുപിടിക്കണം, 5 ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. ആൻറ്റിബയോട്ടിക് കഴിച്ചെങ്കിലും കഫക്കെട്ടിനോ ചുമക്കോ യാതൊരു കുറവില്ല. വീട്ടിൽ വന്നിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നിട്ടും കുഞ്ഞുങ്ങൾ കരച്ചിലും മാറുന്നില്ല, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ആകെ ബുദ്ധിമുട്ട്. നാക്കിലൊക്കെ നിറച്ച് അക്കാരം പോലെ പിള്ളേർ കരഞ്ഞാണ് കഴിയണം. അവസാനം കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാം, സാക്ഷ്യം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ മാതാവ് സൗഖ്യപ്പെടുത്തി. കുഞ്ഞുങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലാതെ ഇപ്പോഴും ചുമയുണ്ടെങ്കിലും ആ നാക്കിൽ അക്കാരമൊക്കെ മാറുകയും ചെയ്ത്. കൃപാസന അമ്മക്ക് 1000 നന്ദി പറയുന്നു. ഉടമ്പടി ധ്യാനം കൂടുമായിരുന്നു, പിന്നെ ബൈബിളും വായിക്കുമായിരുന്നു. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. ഡോണാപോൾ എന്ന ഈ മകൾ തൻ്റെ 2ാമത്തെ പ്രഗ്നൻസി സമയത്ത് 3 കുഞ്ഞുങ്ങൾ ഉദരത്തിൽ ഉരുവായ നാൾ മുതലുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസിയുടെ കാര്യങ്ങളാണ് നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. അത് ആദ്യം അറിയുന്ന നാൾ മുതൽ ഓരോ തവണയും ഡോക്ടർമാർ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്നും ഒരുപക്ഷെ കുഞ്ഞുങ്ങളെ കിട്ടത്തില്ലെന്നും അമ്മയുടെ ജീവിതം വരെ അപകടത്തിലാകാമെന്നും നിരന്തരം സൂചിപ്പിച്ചുകൊണ്ടാണ് ആ പ്രഗ്നൻസിയുടെ കാലഘട്ടം മുന്നോട്ട് പോയതെന്ന് മകൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നാൽ കുടുംബത്തിൻ്റെ പ്രതീക്ഷ മുഴുവനും ആശ്രയം മുഴുവനും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണമായിരുന്നു. അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം അടിവയറ്റിൽ പൂശി പ്രാർത്ഥിക്കുകയും അമ്മ മാതാവിൻ്റെ നേർച്ചവസ്തുക്കൾ ഉള്ളിൽ സേവിക്കുകയും ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ മുഴുവനായും അമ്മ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ സഹായവും സംരക്ഷണവും തേടി ആ പ്രഗ്നൻസിയുടെ കാലം മുഴുവനും മുന്നോട്ട് പോയതിനെ സഹോദരി സൂചിപ്പിച്ചു. അത് അവസാന മാസങ്ങളെത്തുമ്പോഴും അതുപോലെ തന്നെ അത് പ്രഗ്നൻസി വളരെ കോംപ്ലിക്കേറ്റഡായി മാറിയതും പിന്നീട് 8ാം മാസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് എടുക്കുന്നതും 2 പേർ അതിൽ വെന്റിലേറ്ററിലേക്ക് ആകുന്നതും ഉദരത്തിലായിരിക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ തലച്ചോറിനകത്ത് ഫ്ലൂയിഡുണ്ട് എന്നുള്ള സന്ദേശം കിട്ടുന്നതും അങ്ങനെ ആദ്യം മുതൽ അവസാനം വരെയും ആദ്യമാത്രമുള്ള ഒരു പ്രഗ്നൻസിയിലൂടെയാണ് മകൾ കടന്നുപോയത്. ആശ്വസിക്കുവാനൊന്നുമില്ലാത്ത ഒരു ഗർഭകാലം. എപ്പോഴും കേൾക്കുന്നതൊക്കെ ആപത്കരമായ കാര്യങ്ങൾ, തൻ്റെ ജീവിതത്തെക്കുറിച്ച്, തൻ്റെ ജീവനെക്കുറിച്ച്, കുഞ്ഞുങ്ങളുടെ ജീവനെക്കുറിച്ച്, അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് എല്ലാം എപ്പോഴും ഇങ്ങനെ ആദ്യ പിടിപ്പിക്കുന്നത് മാത്രം. ഇങ്ങനെ ഈ മകൾ ഈ പ്രഗ്നൻസിയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മകൾ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുവാൻ ഞാൻ കട്ടിലിൽ കിടന്ന് ആണ് മുഴുവൻ സമയവും പ്രാർത്ഥിച്ചിരുന്നത്. ഒന്ന് അനങ്ങുവാൻ പോലും ക്ലേശിച്ചിരുന്ന നാളുകൾ. ആ നാളുകളിലൊക്കെയും അമ്മയോട് നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ മുഴുവനും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമായിരുന്നു. വെന്റിലേറ്ററിലേക്ക് 2 മക്കൾ മാറിയപ്പോഴും അവരുടെ ജീവൻ്റെ അപകടാവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോഴും ഞാൻ പതറാതെ പൂർണ്ണമായും അമ്മയുടെ കരങ്ങളിൽ തന്നെ കുഞ്ഞുങ്ങളെ കൊടുത്ത് ഞാനും എൻ്റെ കുടുംബത്തിൽ ഉടമ്പടിയെടുത്ത മറ്റുള്ളവരും ആ നാളുകളിലൊക്കെ അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി ഹൈ റിസ്ക് വിഷയങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഉടമ്പടി അസാധ്യ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഉടമ്പടി നമുക്ക് എപ്പോഴൊക്കെയാണോ ജീവിതത്തിൽ ചുവന്ന വെളിച്ചം, റെഡ് ലൈറ്റ് കത്തുക, ഡേഞ്ചർ സോൺ കാണുക, ആ സമയത്തേക്ക് വേണ്ടിയുള്ളതാണ്. കാരണം ആ സമയത്തിൽ കൂടെ നിന്ന് മറ്റെല്ലാവരും കൈവിടുകയോ എക്സ്ക്യൂസ് പറയുകയോ മുൻകൂർ ജാമ്യം എടുക്കുകയോ ചെയ്യുമ്പോൾ അവിടെ ഇതൊന്നും ചെയ്യാതെ
നിനക്ക് വേണ്ടി മുൻകൂർ ജാമ്യമെടുക്കാതെ എക്സ്ക്യൂസ് പറയാതെ കൂടെ നിന്ന് നിനക്ക് വേണ്ടി കാര്യം നടത്തിത്തരുമെന്ന് പറയുന്ന ദൈവത്തിൽ വിശ്വസിക്കുവാനും അതിന് ഒരമ്മ കൂടെയുണ്ടെന്നും അമ്മ പൂർണ്ണമായ ഇല്ലായ്മയിൽ കാനായിൽ എങ്ങനെ ആ വീഞ്ഞ് വീണ്ടും കൊടുത്തുവെന്ന് മകനെ കൊണ്ടെങ്ങനെ സാധിച്ചുവെന്ന് പറയുന്ന അതേ അമ്മ ഇവിടെ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നിന്റെ ദുരന്തവുമായിട്ട് വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിച്ച് വിടാമെന്ന് പറയുന്നതിൻ്റെ അടയാളവും സാക്ഷ്യവുമാണ് ഈ മകളും ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഈ വളരെ ഭാരപ്പെട്ട വിഷയത്തെ അമ്മ മാതാവ് ലഘൂകരിച്ചു കൊടുത്തതിന്, ഏറെ കണ്ണീരോടും ആദിയോടും കണ്ടിരുന്ന കാര്യങ്ങളെ സമാധാനത്തിൽ, ആരോഗ്യത്തിൽ, ശാന്തതയിൽ അമ്മ മാതാവ് ശുഭകരമാക്കി തീർത്തതിന്, ഈ കുടുംബത്തിന് ആരോഗ്യമുള്ള 3 മക്കളെ നൽകിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.